ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 19th നവംബറിലെ മാർക്കറ്റാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് ആയിക്കോട്ടെ ഓപ്ഷൻ ആയിക്കോട്ടെ, മാർക്കറ്റ് മോർണിംഗിൽ ബൈ ട്രേഡും നമുക്ക് അത് കഴിഞ്ഞ് ഡൗൺ അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷം നല്ലൊരു ഡൗൺ ട്രേഡ്. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ട്രേഡിങ്ങിൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഡെയിലി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഇതിനകത്തൊരു പ്രോപ്പർ എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്നത്തെ നമ്മുടെ മൊമെൻ്റ് ആണ്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അഡാനി പോർട്സ് രാവിലെ ബൈ, പിന്നെ അത് കഴിഞ്ഞ് സെല്ലും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാബറിന് നോക്കുകയാണെങ്കിൽ ഡാബറിലും ഇന്നലെ തൊട്ട് ബൈ ട്രേഡ്, ഇന്ന് രാവിലെയും കയറി, പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി. LNTക്ക് നല്ലൊരു ബൈ ട്രേഡും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നല്ല സെല്ല് ഒരു അപ്രോക്സിമേറ്റ് 12:40 ശേഷം വന്ന സെല്ല് നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. BPCL ഇന്ന് മാർക്കറ്റ് കയറി. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചാർട്ടും കൊണ്ടുവന്നില്ല, എല്ലാവർക്കൊക്കെ ഇൻഫോസിസ് നല്ലൊരു ബൈ ട്രേഡ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റ് ഇന്ന് മിക്ക മാർക്കറ്റുകളും മോർണിംഗിൽ ബൈ ട്രേഡ്, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നല്ലൊരു ഡൗൺ ട്രേഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പെർഫോമൻസ് ഞാൻ കാണിച്ചത്, സോഫ്റ്റ്വെയർ കറക്റ്റ് ബ്രേക്ക് ഔട്ട് തന്നതും എക്സിറ്റ് അടിക്കാനുള്ള ഇൻഫർമേഷൻ തന്നതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ കാണിച്ചു തരാം. ഇന്നത്തെ നിഫ്റ്റിക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. അപ്പം നമുക്ക് ലൈവ് റേറ്റ് നമുക്ക് ഈ കോണിൽ കാണാം. ഇതിനകത്ത് ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് സെല്ല്. അപ്പോൾ സെല്ല് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 2:10 ഇതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾ ലൈവിൽ ചെക്ക് ചെയ്യാം. ആ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് മാർക്കറ്റ് 1 ഡേ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ബൈ തന്നു, ഒരു ഹൈക്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയി. രണ്ടാമത്തെ ക്യാനിൽ കയറിയിട്ടുണ്ട്. കാരണം കയറിയത് നമുക്ക് റെസിസ്റ്റൻസ് മനസ്സിലായി. ഞാൻ 1 മിനിറ്റ് ഇട്ടപ്പോഴാണ് നമുക്ക് 1 മിനിറ്റ് സ്കാൽപ്പിംഗ്, അതായത് സ്കാൽപ്പിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ M1 നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബൈ കണ്ടിന്യൂ പോയതാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തത്. ചെറിയ ട്രേഡിലൊക്കെ രാവിലത്തെ ട്രേഡിലെ നമുക്ക് M1 വെച്ച് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും കിട്ടും. ഞാൻ ഇനി മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 1 മിനിറ്റ് 5 മിനിറ്റ്സ് വിടാം. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലെ ചാർട്ടുകൾ ഓപ്ഷൻസിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ മോർണിംഗിൽ 11 o'clock മുന്നേ നമുക്ക് 1 മിനിറ്റ് കിട്ടും. അപ്പോൾ 1 മിനിറ്റിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് പോയ ലെവൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം മോർണിംഗിൽ വന്ന ഹൈക്കിൽ, കാരണം ഇന്നലെ വന്ന ബൈ കണ്ടിന്യൂഷൻ ഇന്ന് പോയപ്പോൾ ഇവിടെ ഹൈക്കിൽ കയറി. ഇന്നലെ ഇന്നലെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇത്രയും മൊമെന്റ് നമുക്ക് ഒന്നിച്ച് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ബൈ കയറുമോ സെല്ല് കയറുമോ എന്ന് പ്രെഡിക്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ചിലപ്പോൾ ഹൈക്കിൽ ഓപ്പൺ ചെയ്ത് അതേപോലെ തിരിച്ചിറങ്ങും മാർക്കറ്റ്. അപ്പം നമ്മൾ പിന്നെ കയറുമെന്ന് മനസ്സിലാവുന്ന ആ റെസിസ്റ്റൻസിന്റെ ബ്രേക്ക് ഔട്ട് അനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട്, അവിടെ നമുക്ക് ബൈ ഉണ്ട്, കണ്ണും പൂട്ടിയെടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഹൈക്ക് പോയിട്ടുണ്ട്, അവിടെ നല്ല റിട്ടേൺസ് ആയിരുന്നു. പിന്നെ കുറേ നേരം മാർക്കറ്റ് 3 ടാർഗറ്റ് അടിച്ച ശേഷം നല്ല ഹൈക്ക് പോയിട്ടുണ്ട്. 1 മിനിറ്റിൽ 2 ട്രേഡ് പിടിച്ചിട്ടുണ്ട്. രാവിലത്തെ ട്രേഡ് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ രാവിലത്തെ ട്രേഡ് നമുക്ക് കഴിഞ്ഞ് പിന്നെ ഇവിടെ പുൾ ബാക്ക് അടിച്ചിട്ട് പിന്നെയും കയറി. ഇപ്പം ഇവിടെ ഒരു ട്രേഡ് പിന്നെയും പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ മാർക്കറ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കി കുറേ നേരം. അപ്പം 11 o'clock മുന്നേ 2 ട്രേഡ് കിട്ടിക്കഴിഞ്ഞു നമുക്ക്. പിന്നെ ട്രേഡിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വന്ന സെല്ല് അപ്രോക്സിമേറ്റ് 2:09 വന്നത്. അപ്പോൾ ഇതാണ് റെഡ് കളർ ഡൗൺ ആരോണ് സെല്ല്. അപ്പോൾ സെല്ല് വന്ന സമയവും അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ അലേർട്ടും കിട്ടും. അപ്പോൾ ഇത് കൺഫേം ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നല്ല സിഗ്നൽ നമുക്ക് പെട്ടെന്ന് കൺഫേം ആവും. അതായത് 80-90% ആക്യുറസി ഉള്ള ട്രേഡ് സിഗ്നൽ മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. സിഗ്നൽ വന്ന ശേഷം താഴെ മേളിൽ ഒന്നിച്ച് കൺഫേം ആയി. ഇപ്പോൾ ഇവിടെ കണ്ടു ഈ 3ാമത്തെ ക്യാനിൽ കൺഫേം ആയി ബ്രേക്ക് ഔട്ടും പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ നല്ലൊരു ഹൈക്ക് നമുക്ക് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി. ഇപ്പോൾ നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാത്തിനും. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്കും കഴിഞ്ഞ ദിവസത്തെ ബൈ കണ്ടിന്യൂവേഷൻ ആണ്. രാവിലെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഹൈക്ക് കയറി, അത് കഴിഞ്ഞ് സിഗ്നൽ വന്ന് സെല്ല് സപ്പോർട്ട് അടിച്ച് മാർക്കറ്റ് താഴ്ത്തിറങ്ങി. അവിടെ 3 ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും നല്ല റിട്ടേൺസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അഡാനി പോർട്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പിന്നെ മാർക്കറ്റ് 3 ടാർഗറ്റ് താഴെ കഴിഞ്ഞ് അടിച്ചതിന് ശേഷം പിന്നെ റീ എൻട്രി ലെവലും തരും. ഇത് അഡാനിക്കും ഇതുപോലെ തന്നെയായിരുന്നു. രാവിലെ ബൈ പിന്നെ സെല്ലും ഉണ്ടായിരുന്നു. സെല്ല് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും സപ്പോർട്ട് കട്ട് ചെയ്തപ്പോൾ പിന്നെയും റീ എൻട്രി തന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ടാബ് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് നോക്കി എടുത്തേച്ചാൽ മതി. കഴിഞ്ഞ ദിവസത്തെ തലേദിവസത്തെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇത് എല്ലാത്തിക്കും നോക്കുകയാണെങ്കിൽ രാവിലെ കണ്ടോ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറി. രണ്ടാമത് ഇവിടെയും പിന്നെ കയറി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു പുൾ ബാക്ക് ആയിരുന്നു. പിന്നെ അത് കഴിച്ച് വൈറ്റ് കളർ സൈഡ് റിവേഴ്സിൽ കാണിച്ച് അവിടെ സപ്പോർട്ട് കട്ട് ചെയ്ത് ഇറങ്ങുമായിരുന്നു.
അപ്പോൾ ഇവിടുന്ന് 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 72 പോയിന്റോളം നമുക്ക് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റത്തെ ട്രേഡ്. നല്ല റിട്ടേൺസ് ആയിരുന്നു അത്. അപ്പോൾ ഇതേപോലെ ഏത് മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇക്വിറ്റി മാത്രമല്ല കമ്മോഡിറ്റി, ഫോറക്സ്, അങ്ങനെ എല്ലാ മാർക്കറ്റും നമുക്ക് നമ്മുടെ സോഫ്റ്റിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. റിവേഴ്സിൽ അറിയാൻ പറ്റും. പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്ലസ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.